ഹലോ ഫ്രണ്ട്സ്, ന്യൂ ഇംഗ്ലീഷ് ഫ്രണ്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന ചാപ്റ്ററാണ്. അടുത്ത ഭാഗത്തിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഐ ഫെൽറ്റ് റാദർ ഹർട്ട് അബൌട്ട് ദിസ് അറ്റ് ഫസ്റ്റ്. ഇറ്റ് സീംഡ് സംഹൗ ടു ബി എ കൈൻഡ് ഓഫ് ഇൻസൾട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അദ്ദേഹത്തിന് ഹൗസ് മെയ്റ്റ്സ് നീ എന്ന രോഗം ഇല്ല. അദ്ദേഹത്തിന് വിഷമം തോന്നുകയാണ്. എന്തുകൊണ്ട്? ഇറ്റ് സീംഡ് സംഹൗ ടു ബി എ കൈൻഡ് ഓഫ് ഇൻസൾട്ട്. ആ രോഗം ഇല്ലാത്തത് അദ്ദേഹത്തിനൊരു ഇൻസൾട്ടായിട്ട്, ഒരു അപമാനമായിട്ട് തോന്നി. വൈ ഹാഡിൻറ്റ് ഐ ഗോട്ട് ഹൗസ് മെയ്റ്റ്സ് നീ? എന്നിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്, എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഹൗസ് മെയ്റ്റ്സ് നീ എന്ന രോഗം ഇല്ലാതെ ഇരുന്നത്? വൈ വാസ് ദ ഇൽനെസ് ലെഫ്റ്റ് ഔട്ട്? എന്തുകൊണ്ടായിരിക്കാം ആ രോഗം അദ്ദേഹത്തെ ഒഴിവാക്കിയത്? ആഫ്റ്റർ എ വൈൽ ഹൗവർ ലെസ് ഗ്രീഡി ഫീലിങ്സ് ടുക്ക് ഓവർ. അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ചിന്തകൾ, അത്യാഗ്രഹം, അതായത് എല്ലാ രോഗങ്ങളും വേണം എന്നുള്ള അത്യാഗ്രഹം, അങ്ങനെയുള്ള ചിന്തകൾ അദ്ദേഹത്തെ വിട്ടുപോയി. ഐ റിഫ്ലക്റ്റഡ് ദാറ്റ് ഐ ഹാഡ് എവരി അതർ നോൺ ഡിസീസ് ഇൻ ദ ഫാർമക്കോളജി. ഫാർമക്കോളജി എന്ന് പറയുന്നത് എ ലിസ്റ്റ് ഓഫ് ഡിസീസസ്, അതായത് ഫാർമക്കോളജിയിലുള്ള എല്ലാ ഡിസീസുകളും അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഐ ഗ്രൂ ലെസ് സെൽഫിഷ് ആൻഡ് ഡിറ്റർമൈൻഡ് ടു ഡു വിത്തൗട്ട് ഹൗസ് മെയ്റ്റ്സ് നീ. അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ കുറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ആ ഹൗസ് മെയ്റ്റ്സ് നീ എന്നുള്ള രോഗം ഇല്ലാതെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. ഗൗട്ട് ഇൻ ഇറ്റ്സ് വേഴ്സ്റ്റ് ഫോം. ഗൗട്ട് എന്ന് പറയുന്നത് എ ഫോം ഓഫ് ആർത്രൈറ്റിസ്, വാതരോഗം, അതിനെയാണ് ഗൗട്ട് എന്ന് പറയുന്നത്. ഗൗട്ട് ഇൻ ഇറ്റ്സ് വേഴ്സ്റ്റ് ഫോം, വാതരോഗം അതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ്. ഹാഡ് സീസ്ഡ് മീ വിത്തൗട്ട് മൈ നോളജ്. അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ തന്നെ അദ്ദേഹത്തിലേക്ക് കടന്നു വന്നു ഗൗട്ട് എന്ന രോഗം. ആൻഡ് സൈമോസിസ് ഐ ഹാഡ് ക്ലിയർലി ബീൻ സഫറിങ് ഫ്രം മൈ ബോയ്ഹുഡ്. അദ്ദേഹത്തിൻ്റെ ബോയ്ഹുഡ്, അതായത് കുട്ടിയായിരുന്ന കാലത്ത് അദ്ദേഹത്തെ അഫക്റ്റ് ചെയ്ത മറ്റൊരു രോഗമാണ്, ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ് സൈമോസിസ്. ദെയർ വെയർ നോ മോർ ഡിസീസസ് ആഫ്റ്റർ സൈമോസിസ്. സൈമോസിസിന് ശേഷം മറ്റൊരു രോഗവും ആ പുസ്തകത്തിൽ പറഞ്ഞിരുന്നില്ല. കാരണം ആൽഫബറ്റ് ഓർഡറിൽ എ തൊട്ട് ഇസഡ് വരെയുള്ള രോഗങ്ങൾ, അതിൽ അവസാനത്തെ രോഗമാണ് സൈമോസിസ്. സൈമോസിസിന് ശേഷം പിന്നീട് രോഗങ്ങളൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. So I concluded that there was nothing else the matter with me. അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. Sat and pondered. Pondered means think. അദ്ദേഹം ഇരുന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങി. I thought what an interesting case I must be ഫ്രം എ മെഡിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ. ഒരു മെഡിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കേസ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെയധികം രസകരമാണ്. വാട്ട് ആൻ അക്വിസിഷൻ ഐ ഷുഡ് ബി ടു എ ക്ലാസ്. ഒരു ക്ലാസ്സിന് അദ്ദേഹത്തെ കിട്ടിയാൽ ഇത് എന്ത് നേട്ടമായിരിക്കും. സ്റ്റുഡൻസ് വുഡ് ഹാവ് നോ നീഡ് ടു വാക്ക് ദ ഹോസ്പിറ്റൽസ് ഇഫ് ദേ ഹാഡ് മീ. മെഡിക്കൽ സ്റ്റുഡൻസിന് അദ്ദേഹത്തെ കിട്ടിയാൽ അവർ ഹോസ്പിറ്റൽ തോറും നടക്കേണ്ട കാര്യമില്ല. ഐ വാസ് എ ഹോസ്പിറ്റൽ ഇൻ മൈസെൽഫ്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിനുള്ളിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്നാണ്. ഓൾ ദേ നീഡ് ഡു വുഡ് ബി ടു വാക്ക് അറൗണ്ട് മീ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ടേക്ക് ദെയർ ഡിപ്ലോമ. അദ്ദേഹം പറയുന്നത് ആ കുട്ടികൾ അദ്ദേഹത്തിന് ചുറ്റുമൊന്ന് നടക്കുക, അതിനുശേഷം അവരവരുടെ ഡിപ്ലോമ പൂർത്തിയാക്കി പോവുക. ദെൻ ഐ വണ്ടേർഡ് ഹൗ ലോങ് ഐ ഹാഡ് ടു ലിവ്. അടുത്തതായിട്ട് അദ്ദേഹം അതിശയപ്പെടുന്ന ഒരു കാര്യം, എത്ര കാലം അദ്ദേഹം ജീവിച്ചിരിക്കും അല്ലെങ്കിൽ ജീവിച്ചിരിക്കണം. ഐ ട്രൈ ടു എക്സാമിൻ മൈസെൽഫ്. അദ്ദേഹം സ്വയം പരിശോധിക്കാനായിട്ട് തുടങ്ങി. ഐ ഫെൽറ്റ് മൈ പൾസ്. ആദ്യം അദ്ദേഹം നോക്കിയത് അദ്ദേഹത്തിൻ്റെ പൾസാണ്. ഐ കുഡ് നോട്ട് അറ്റ് ഫസ്റ്റ് ഫീൽ എനി പൾസ് അറ്റ് ഓൾ. പക്ഷേ ആദ്യം അദ്ദേഹത്തിന് പൾസ് ഒന്നും ഫീൽ ചെയ്തില്ല. ഐ ട്രൈ ടു ഫീൽ മൈ ഹാർട്ട്. അടുത്തായിട്ട് ഹാർട്ടിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കി. ഐ കുഡ് നോട്ട് ഫീൽ ഇറ്റ്. ഇറ്റ് ഹാഡ് സ്റ്റോപ്ഡ് ബീറ്റിംഗ്. പക്ഷേ അവിടെ നിന്നും അദ്ദേഹത്തിന് ഒരു ഫീലിങ്ങും ഉണ്ടായില്ല. അതിൻ്റെ മിടിപ്പ് നിർത്തിയിരുന്നതായി അദ്ദേഹത്തിന് തോന്നി. ഐ പാറ്റഡ് മൈ സെൽഫ് ഓൾ ഓവർ മൈ ബോഡി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ ഒന്ന് തട്ടി നോക്കി.
ബട്ട് ഐ കുഡ് നോട്ട് ഫീൽ ഓർ ഹിയർ എനിത്തിങ്. പക്ഷേ അദ്ദേഹത്തിനൊന്നും ഫീൽ ചെയ്യുകയോ കേൾക്കാനോ കഴിഞ്ഞിരുന്നില്ല. ഐ ട്രൈ ടു ലുക്ക് അറ്റ് മൈ ടങ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നാക്കിലേക്ക് നോക്കി. ഐ കുഡ് ഓൺലി സീ ദ ടിപ്പ്. ആ നാക്കിൻ്റെ തുമ്പ് മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. ആൻഡ് ദ ഓൺലി തിങ് ദാറ്റ് ഐ കുഡ് ഗെയിൻ വാസ് ടു ഫീൽ മോർ സെർട്ടൈൻ ദാൻ ബിഫോർ ദാറ്റ് ഐ ഹാഡ് സ്കാർലറ്റ് ഫീവർ. അടുത്തതായിട്ട് അദ്ദേഹത്തിന് മറ്റൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് ഇതിനു മുൻപ് സ്കാർലറ്റ് ഫീവർ എന്ന ഒരു ഫീവർ വന്നിട്ടുണ്ട്, ഒരു പനി വന്നിട്ടുണ്ട്. സ്കാർലറ്റ് ഫീവർ എന്ന് പറയുന്നത് ശരീരത്തിൽ റെഡ് കളറിലുള്ള ഡോട്ടുകൾ വരുന്നതിനെയാണ് സ്കാർലറ്റ് ഫീവർ എന്ന് പറയുന്നത്. ആ രോഗമുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഉറപ്പ് തോന്നുകയാണ്. ഐ ഹാഡ് വാക്ക്ഡ് ഇൻ ടു ദാറ്റ് റീഡിംഗ് റൂം ആസ് എ ഹാപ്പി ഹെൽത്തി മാൻ. ഐ ക്രൗൾഡ് ഔട്ട് എ ഡിക്രിപ്പിറ്റ് റഗ്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ റീഡിംഗ് റൂം, ആ വായനാ മുറിയിലേക്ക് പോയത്, ഒരു ഹെൽത്തി മാനായിട്ട്, ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിട്ട്. പക്ഷേ അദ്ദേഹം തിരിച്ച് പതുക്കെ ഇറങ്ങി വരുന്നത് ഒരു ഡിക്രിപ്പിറ്റ് റഗ്, അല്ലെങ്കിൽ ഇൻ എ പുവർ കണ്ടീഷൻ, വീക്കായിട്ടുള്ള ഒരു കണ്ടീഷൻ, വളരെ മോശമായിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത്.